പ്രീത സമൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും സൂപ്പർ ടേസ്റ്റുമായ തോരനും കൂടിയാണ്. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലോട്ട് കടക്കാം. ചിക്കൻ തോരൻ ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തേക്കുന്നത്. തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. എല്ലില്ലാത്ത പീസ് നോക്കി എടുക്കണം. അപ്പം നമുക്കിത് ആദ്യം വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. അതിൽ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ വെളിച്ചെണ്ണയും വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നവരെയും ഇത് വേവിച്ചെടുത്താൽ മതി. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ചെറിയ സവാള, 1 തുടം വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 1 തണ്ട് വേപ്പില, ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കണം. സവാള ആവണേ ഉള്ളൂ. നമുക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പച്ചമുളക് 4 ചേർത്തേക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുളകിൻ്റെ കുത്തലൊക്കെ മാറണ വരെയും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചപ്പ് മാറണ വരെ ഇത് ഇളക്കണം. എപ്പോഴും ചിക്കൻ ആയിരിക്കണം മുമ്പന്തി നിൽക്കേണ്ടത്. തേങ്ങ ചിക്കൻ എടുക്കണതിൻ്റെ പകുതി എടുത്താൽ മതി. ഇത് 2 മിനിറ്റ് സിമ്മിൽ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ വെന്താൻ നോക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടാണ് വേവിക്കാൻ എടുത്തത്. ഇപ്പോൾ അല്പം കൂടി വെള്ളമുണ്ട്. ഇതിപ്പോൾ വറ്റിച്ചിട്ട് മാത്രം ചിക്കൻ തോരനിലോട്ട് ഇടാൻ പാടുള്ളൂ. തേങ്ങയുടെ പച്ചമണമൊക്കെ ഇവിടെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതേപോലെ ചെറുതാക്കി. ചിക്കൻ നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുക്കണം. വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡിയായി കിട്ടും. ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ തോരൻ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയ കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോവുമായി അടുത്ത ദിവസം കാണാം. ബൈ.